ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് വീട്ടിൽ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടച്ചോറ് ഉണ്ടാക്കാവേ. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഇന്ന് നമുക്ക് കൂട്ടിന് വിച്ചൂസും കൂടി ഉണ്ട് കേട്ടോ. വിച്ചു കൂടെ നോക്കിയേ. വിച്ചൂസേ നോക്കത്തില്ല ഗൈസ്, ഞാൻ നോക്കത്തില്ലടി. കഴുകി വൃത്തിയാക്കിയ ഒരു സവോള ഒരു തക്കാളിക്ക് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും അരിഞ്ഞ് വെക്കുക. കറിവേപ്പില, തക്കാളിക്ക, സവോള, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ മെയിൻ സാധനമാണ് മുട്ട ഒന്നൊരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അതിലേക്ക് ബീറ്റ് ചെയ്ത് വെക്കുക. ഇച്ചിരി ഉപ്പിട്ട് ബീറ്റ് ചെയ്യണം. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ശേഷം അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേനും കടുക് ഇടുക. കടുക് പൊട്ടിക്കണം. കടുക് മൊത്തം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വേണം അതിലേക്ക് നമ്മൾ സവോള ഇടാനായിട്ട്. കടുക് മൊത്തം പൊട്ടിക്കഴിഞ്ഞു, സവോള ഇട്ടു. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഒത്തിരി മൂക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടേച്ച് കുറച്ചും കൂടെ നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഏകദേശം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഏറ്റവും നല്ലത് ഗരം മസാല ഇടുന്നു കേട്ടോ. അതിന് നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഗരം മസാല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല എടുത്തത്. അതൊന്ന് പൊടികളെല്ലാം ഇട്ട് മൂത്ത ശേഷം തക്കാളിക്ക ഇടുക. തക്കാളിക്ക ഒന്ന് കുറച്ചൊരു വേവാകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ മെയിൻ സാധനം മുട്ട അത് ഒഴിച്ച് കൊടുക്കുക. മുട്ടച്ചോറിൽ തക്കാളിക്ക് എന്ത് കാര്യമെന്ന് എൻ്റെ അടുത്ത് ആരും ചോദിക്കല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എല്ലാവരും തന്നെ മുട്ടച്ചോറ് വെക്കുമ്പോൾ തക്കാളി ഇടാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടായിരിക്കാം. നമ്മുടെ മസാല അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചോറിടാവേ. ചോറിട്ട ശേഷം തീ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ചോറൊന്ന് ഇടുക, ഇളക്കുക, എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഒരു 2-3 സെക്കൻഡോളം വെച്ചാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി തീ ഇടുകയെന്നുണ്ടെങ്കിൽ ചോറ് വെന്ത് ഇച്ചിരി കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 3 സെക്കൻഡ് ഒന്ന് വെച്ച് ഇളക്കി വെച്ച് തീ ഓഫ് ചെയ്താൽ മതിയാവും. നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് ഗേസ്. ഇനി ഞാനും വിച്ചസും കൂടെ കഴിക്കുന്നത് കാണിക്കാം കേട്ടോ. മുട്ടച്ചോറ് റെഡിയായി ഗേസ്. ഇനി അത് കഴിച്ചു നോക്കാവേ. കൊള്ളാം. മോനേരാവേ. കൊള്ളാവോ? എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. ഞങ്ങൾ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന കേട്ടോ. കൊള്ളാവോ? അവന് ഇഷ്ടപ്പെട്ട് ഗൈസ്. ഓക്കെ, അത് മതി. അശോടാ, ഇത് മതി കേട്ടോ. മസാല ഇട്ടേക്കുന്നതുകൊണ്ട് പൊന്നെ അധികം കഴിക്കണ്ട. കൂടെ ഇരിക്കുക. അപ്പോൾ ഓക്കെ ഗേസ്, ഇത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ പറ വിച്ചു. ടാറ്റ.